നമ്മൾ യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 8ാം ദിവസമാണ് യേശുനാഥൻ്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന വചനം ബൈബിളിൽ ഉണ്ടെങ്കിലും അത് 1 by 1 ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 8ാമത്തെ പ്രാവശ്യമാണ് ഇന്ന് യേശുനാഥൻ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അതായത് കബർനാമിലാണ് യേശു നിൽക്കുന്നത്. അവിടെ അവരുടെ സിനഗോഗിലേക്ക് യേശുനാഥൻ വരികയാണ്. അങ്ങനെ വരണ സമയത്ത് അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. എന്നാൽ യേശുനാഥനെ കുറ്റം ആരോപിക്കാൻ ചില മനുഷ്യരും അവിടെ ഇരിപ്പുണ്ട്. ഫരിസേയരാണ് അവർ യേശുവിനോട് ചോദിക്കുകയാണ്, ശാപത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? കുറ്റപ്പെടുത്തൽ. ഉടനെ യേശു ചോദിക്കും, നിങ്ങളിൽ ആരാണ് നിങ്ങളുടെ ഒരു ആട് കുഴിയിൽ വീണാൽ അതിനെ രക്ഷിക്കാത്തതായി ആരുണ്ട്? അതിനേക്കാളും എത്രയോ വലുതാണ് മനുഷ്യൻ. ശരിയല്ലേ? കർത്താവ് ചോദിക്കണ ചോദ്യം കണ്ടോ? അപ്പോൾ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് ശാപത്ത് നോക്കിയാണോ എന്നാണ് യേശു ചോദിക്കുന്നത്. പക്ഷെ അവർക്കത് മറുപടി പറയാനൊന്നും പറ്റണില്ല. അവർ കോപിച്ച് ഇവനെ എങ്ങനെ നശിപ്പിക്കണം, ഇവനെ എങ്ങനെ ഇല്ലാണ്ടാക്കണമെന്ന് കരുതി അവിടെ നിന്ന് പിറുപിറുക്കണം. ഇവരെ ഈ പിറുപിറുപ്പ് കണ്ടിട്ട് യേശു കോപത്തോടെ ആ കൈ ശോഷിച്ചവനോട് പറയും, കൈ നീട്ടുക. ശാസിക്കണം, കൈ നീട്ടുക എന്ന് പറയും. ഉടനെ അവൻ കൈ നീട്ടി. മറ്റേ കൈ പോലെ ഈ കൈ ശോഷിച്ചവനായിരുന്നു, സുഖം പ്രാപിച്ചു. ശാപത്തിൽ യേശുനാഥൻ സുഖപ്പെടുത്തുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടണില്ല. ആ വചനം നമുക്കൊന്ന് ശ്രമിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 9 മുതലുള്ള തിരുവചനം. ഹല്ലേലൂയ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 8ാമത്തെ അത്ഭുതമാണ്. യേശു ചെയ്യണ 8ാമത്തെ അത്ഭുതം. ബൈബിളിലില്ല. അത് നമ്മൾ നെറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങളും. ശിഷ്യന്മാർ കൂടെ ഉണ്ടെങ്കിലും അവരൊന്നും ചെയ്യണില്ല. യേശുനാഥനാണ് ചെയ്യണത്. പക്ഷെ അവർ ചെയ്യണ ഒരു സമയം വരും. ഇങ്ങനെ അവരെ കൊണ്ടു നടക്കുകയാണ് യേശുനാഥൻ. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ 12 ശിഷ്യന്മാരെയും കൊണ്ടുപോയി. അവർ കാണുന്നുണ്ടെങ്കിലും അവർക്കൊരു കൃപയൊന്നുമില്ല. കാരണം എന്താണ്? പ്രാർത്ഥനയില്ല. ലോകത്തിലാണ് അവർ. പിന്നെ യേശുനാഥൻ്റെ കൂടെ ഇങ്ങനെ വരുന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്തെങ്കിലും കണ്ടപ്പോൾ അത് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം, ദാഹം എന്തെങ്കിലും വേണ്ടേ? അതൊന്നും അവർക്കില്ല. അവർ കാണുന്നു, പോകുന്നു, യേശുനാഥൻ സുഖപ്പെടുത്തുന്നു. 9-ാം വാക്യം. യേശു അവിടെ നിന്ന് യാത്ര തിരിച്ചു അവരുടെ സിനഗോഗിൽ എത്തി. യേശു ഇന്നലെ നമ്മൾ കണ്ടു ഒരു വീട്ടിലിരുന്നിട്ട് രോഗശാന്തി കൊടുക്കണം. ഇന്ന് യേശു അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് വരികയാണ്. അവരുടെ കോവിൽ, അവർ ദേവാലയത്തിലേക്ക് വരികയാണ്. അവിടെ കൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു. കൈ ശോഷിച്ച് സുഖപ്പെടുത്താൻ പറ്റാണ്ട് ജന്മന ഉള്ളതായിരിക്കാം ഒരുവൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. യേശുവിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു. യേശുവിനെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ ഇന്നിപ്പോൾ 8ാം ദിവസമാണ്. അപ്പോൾ ഈ അത്ഭുതങ്ങളൊക്കെ ഇവർ കാണുന്നുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അവർക്കൊക്കെ ഒരു അത്ഭുതമാണ്, ഇവനെ എന്താണ് ഈ കാണിക്കുന്നത്. അതും യേശുനാഥൻ ഏറ്റവും കൂടുതൽ ശാബത്ത് ദിവസമാണ് ചെയ്യുന്നത്. അത് അവർക്ക് യഹൂദന്മാർക്ക് ഫരിസേയർക്കും ഒട്ടും ഇഷ്ടമല്ല. കാരണം അവർ ശാബത്ത് ആചരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അത് ഇഷ്ടമല്ല. ശാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണോ? ശാപത്തിൽ സുഖപ്പെടുത്തുന്നത് നിയമത്തിൽ വിരോധമല്ല എന്നൊക്കെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത് യേശുനാഥൻ. അവൻ പറഞ്ഞു, നിങ്ങളിൽ ആരാണ് തൻ്റെ ആട് ശാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ച് കയറ്റാത്തതായി എന്ന് യേശു അവരോട് നേരിട്ട് ചോദിക്കുകയാണ്. ആടിനേക്കാൾ എത്രയോ വിലയേറിയവരാണ് മനുഷ്യൻ. ഒരു മൃഗത്തെക്കാളും
എത്രയോ അധികം വിലയുള്ളവനാണ് മനുഷ്യൻ. അതിനാൽ ശാപത്തിൽ നന്മ ചെയ്യുക അനുദീനീയമാണ്. ശാപത്തിൽ ഇങ്ങനെ ചെയ്യണത് ശരിയാണെന്നാണ് യേശു പറയണത്. അനന്തരം അവൻ ആ മനുഷ്യനോട് പറഞ്ഞു. തന്നെ യേശുവിന് കോപം വരാൻ തുടങ്ങി. ഇവിടെ ഈ വാക്കൊക്കെ ഈ പിറുപിറുപ്പൊക്കെ ഒരുവൻ രക്ഷപ്പെടണതല്ല അവർക്ക് ആഗ്രഹം. ശാപത്താണ് അവർക്ക് ഏറ്റവും വലുത്. അത് യേശു ആഗ്രഹിക്കണില്ല. യേശു ആ മനുഷ്യനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി. ഉടനെ അത് സുഖം പ്രാപിച്ചു. ശാസിക്കുകയാണ് യേശുനാഥൻ. കൈ നീട്ടാൻ പറഞ്ഞു. ഇവരുടെ ഈ ഹാക്കും വിചാരമൊന്നും നീ കേൾക്കണ്ട, കൈ നീട്ടുക. അവർ കൈ നീട്ടി. തൽക്ഷണം ആ കൈ സുഖപ്പെട്ടു. മറ്റേ കൈ പോലെയായി. സുഖം പ്രാപിച്ചു. മറ്റേ കൈ പോലെയായി. പരീസർ അവിടെ നിന്നും പോയി. ഇത്രയും ചെയ്തപ്പോഴത്തേനും പരീസർ അവിടെ നിന്നും സ്ഥലം വിട്ടു. കാരണം അവർക്കിതൊന്നും ഇഷ്ടപ്പെടാനില്ല. ശാപത്താണ് അവർക്ക് ഏറ്റവും വലുത്, മനുഷ്യനല്ല. അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. യേശുനാഥനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ ആലോചന നടത്തിയാണ്. കണ്ട, കാരണം പുതിയ നിയമത്തിൽ 1-ാം ദിവസം പോലെ യേശുനാഥൻ അങ്ങോട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം. അത്ഭുതം മാത്രമാണ് ചെയ്യണത് യേശുനാഥൻ. വചനം പങ്കുവയ്ക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ, രോഗശാന്തികളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. പെരിശർ ഇവനെ യേശുവിൻ്റെ പുറകെ നടക്കുകയാണ്, കുറ്റം ആരോപിച്ച്. ഹല്ലേലൂയ. അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. അവർ കൂട്ടം കൂടി ആലോചന, ഇവനെ എങ്ങനെ നമുക്ക് നശിപ്പിച്ച് കളയാം, ഇവന് ഈ ചെയ്യണമൊന്നും ശരിയല്ല, ഇവനെ വെച്ചേക്കത് ഭൂമിയിൽ നിന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. അത് അടുത്തടുത്ത് വരും, ചെല്ലുന്തോറും കൂടിക്കൂടി വരും. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കി യേശു അവിടെ നിന്നും പിൻവാങ്ങി. ഇത് യേശുനാഥൻ മനസ്സിലാക്കി. ഇവരുടെ ഈ ആലോചന, ഇവരുടെ മനസ്സിൽ പിറുപിറുപ്പൊക്കെ കാണുമ്പോൾ യേശുവിനെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഉൾക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഉടനെ യേശുനാഥൻ അവിടെ നിന്നും പിന്മാറി. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെല്ലാം അവൻ സുഖപ്പെടുത്തി. അവനെ കുറേ പേര് അങ്ങനെ അനുഗമിക്കുകയാണ് യേശുനാഥനെ. അങ്ങനെ യേശുനാഥൻ എല്ലാവരെയും, രോഗികളായ എല്ലാവരെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അത് അവർക്ക് കൂടുതൽ വെറുപ്പും ദേഷ്യവും വരാൻ തുടങ്ങി, പെരിസർക്ക്. അപ്പോൾ എന്താ ചെയ്ത? യേശുനാഥൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. തന്നെ പരിചയപ്പെടുത്തരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ആ സുഖപ്പെടുത്തിയവരോടൊക്കെ പറയാൻ തുടങ്ങി, നിങ്ങളാരോടും ഇത് പറയരുത്. കാരണം യേശുവിനെ നശിപ്പിക്കാൻ അവർ നോക്കിയാണ്. അപ്പോൾ അതിൽ നിന്നുമെല്ലാം യേശു പിന്മാറിയാണ്. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ കൂടെ കൂടിയിരിക്കുന്ന ദുരാത്മാവാണ്. ദൈവപുത്രനെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ള ആലോചന. അതുകൊണ്ട് ജനം കൂടി വരികയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാരോടും ഇത് പറയരുതെന്ന് യേശു കൽപ്പിച്ചു. ഇത് യേശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ്. യേശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്ക് പൂർത്തിയാകാൻ വേണ്ടിയാണ് യേശുനാഥൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഹല്ലേലൂയ. എൻ്റെ ആത്മാവ് പ്രസാദിച്ച് എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. യേശുനാഥൻ സുഖപ്പെടുത്തി യേശുവിലേക്ക് തിരിച്ചു വന്നവരെയൊക്കെ യേശുവിൻ്റെ ആത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തും. ദൈവമായ കർത്താവിൻ്റെ ഓരോ വാക്കാണ്. അപ്പോൾ യേശു ഓരോ അത്ഭുതങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും യേശുവിന് ഈ പരിസരെ കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. എന്താണെന്നറിയാമോ? അവർ കുറ്റം ആരോപിക്കും, കുറ്റം പറയും, നീ ചെയ്യണമെന്ന് തെറ്റാണ്, ചെയ്യരുത്, ഈ ദൈവമൊന്നുമല്ലല്ലോ, നീ മറിയത്തിൻ്റെയും യോസേപ്പിതാവിൻ്റെയും മകനല്ലേ, നീ എങ്ങനെയാണ് ദൈവമാകുക എന്നൊക്കെയുള്ള കുറ്റബോധമാണ് പരിസേർക്കുള്ളത്.
അവൻ വിജാതിയരെ നിയാവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല. യേശുവിനെ പറയുന്നു, ബഹളം വയ്ക്കുകയോ ഒച്ചയിടുകയോ അവരായിട്ട് എതിർക്കുകയോ ചെയ്യുകയില്ല. കാരണം കാര്യമില്ല, അവരായിട്ട് എതിർത്തിട്ടൊന്നും കാര്യമില്ല. അവർ കുറേ പേരിട്ട് യേശുവിനൊന്നും ഒറ്റയ്ക്ക് നിൽക്കില്ല. പക്ഷേ യേശുവിനെ തൊടാൻ പറ്റില്ല, കാരണം ദൈവപുത്രനാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്. പക്ഷേ ഒരു കൂട്ടം ജനം, ഫരിസേയർ, യേശുവിൻ്റെ പിന്നാലെ പിറുപിറുത്തുകൊണ്ടേയിരിക്കുകയാണ്. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയില്ല. പിന്നീട് അങ്ങോട്ട് തെരുവീഥികളിൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കുകയില്ല. എന്താണെന്നറിയാമോ? യേശു പരസ്യമായിട്ട് നടക്കാൻ വഴിയില്ലാതെ വരും. ഫരിസേയർ കൂടി വരികയാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാം. ആണ് യേശു പറയാൻ തുടങ്ങി, നിങ്ങൾ ആരോടും ഈ വിവരം പറയരുത്. കാരണം ജനം കൂടിയാണ്, അറിഞ്ഞ് കേട്ട്. അതിപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിലാണെങ്കിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ഭയങ്കരമായിട്ട് സംഭവിക്കാൻ തുടങ്ങി ജനം കൂടി വരും. അങ്ങനെയാണ് അണക്കര ഡൊമിനിക് അച്ഛൻ്റെ എവിടെ വചനപ്രഘോഷണം, അവിടെ ലക്ഷങ്ങളാണ്. ഭയങ്കര അത്ഭുതങ്ങളാണ് അച്ഛൻ്റെ കൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. നീതി വിജയത്തിലേക്കുന്നതിന് വരെ അവൻ ചതഞ്ഞ ഞാകണ ഒടിക്കുകയോ പുകഞ്ഞ തിരി കെടുത്തുകയേ ഇല്ല. ചതഞ്ഞ ഞാങ്ങണ കെടുത്തുകയേ ഇല്ല. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ വചനം 8-ാം ദിവസമാണ്. ഇതിങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കും. ശിഷ്യന്മാരെ ശക്തിപ്പെടുത്താനായിട്ട് യേശുവിന് സാധിക്കുന്നില്ല. കാരണം അവർ പ്രാർത്ഥിക്കുന്നില്ല. യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് പോലും അവർ പ്രാർത്ഥിക്കണേയില്ല. കാരണം എന്താണ്? അവർ ലോകത്തിലാണ്. പ്രാർത്ഥനയില്ലാത്ത വ്യക്തിക്ക് ഒരത്ഭുതവും ചെയ്യാൻ പറ്റില്ല. 8-ാം ദിവസമാണ്. നാളെ നമ്മൾ കണ്ടിന്യൂ ഇത് കേൾക്കും. ആവേ മരിയ. പ്രൈസ്.